മദാരി മോട്ടോഴ്സിന്റെ ഓഫറിന്റെ ചാകരയാണ്. ഇന്നോവ ക്രിസ്റ്റ ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ വെള്ള കളറുണ്ട്, മുന്തിരി കളറുണ്ട്, ഗ്രേ കളർ ഉണ്ട്, പിന്നെ നടുക്ക് ഒരു കൊല കൊമ്പനും നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് 2018 മോഡൽ G4 മാനുവൽ, ഒരു സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. NOC നമുക്ക് ഏത് RT ഓഫീസിൽ എടുത്തു കൊടുക്കാം. ഫ്രണ്ടേജ് ഒന്നും ഗ്രില്ലും കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, ടൈപ്പ് 3 കൺവേർട്ട് ചെയ്തിട്ടില്ല. ബോഡി ലൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വൈറ്റ് കളറിലായതുകൊണ്ട് നല്ല ഫിനിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ടച്ചിലാണ് ഇന്റീരിയർ ഭാഗം വരുന്നത്. ഒരു 7 സീറ്റർ വണ്ടിയാണ്. ഫ്രണ്ടിൽ 2 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്റീരിയർ ഭാഗം നല്ല നീറ്റാണ്. 1,61,000 കിലോമീറ്ററാണ് ഓടിക്കുന്നത്. മേജറായിട്ടുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 50 അബവ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 2.4G എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് വൈഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാ ഇന്നോവ ക്രിസ്റ്റ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. മേജറായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അടുത്തതാണ് 2018 മോഡൽ തന്നെയാണ് G4 മാനുവൽ. ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതർ സ്റ്റേറ്റ് ആണ്. ഇതിന്റെ ഫ്രണ്ടേജ് ഗ്രില്ല് ടൈപ്പ് 3 കൺവേർട്ട് ചെയ്തിരിക്കണേ. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്തിരിക്കണേ. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1,60,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിക്കുന്നത്. ഇതും വൈറ്റ് കളറിലാണ്. ബോഡി ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് ഇന്റീരിയർ ഭാഗം ഉള്ളത്. അതേ ഫസ്റ്റ് പറഞ്ഞ വണ്ടിന്റെ അതേ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലാക്ക് ഫിനിഷിംഗിലാണ്. ഒരു റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ 2 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 1,60,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2.4G എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് വണ്ടികളും എയർടെൽ എന്ന് പറയാം. നോക്കുകയാണെങ്കിൽ നമ്പർ നോക്കുകയാണെങ്കിൽ രണ്ടും DL ആണ്. 12C 3170 ആണെങ്കിൽ ഇത് 12C 3274 ആണ്. രണ്ടും ഏകദേശം നമ്പർ നോക്കുമ്പോൾ സാമ്യമാണ്. ഒരു എയർടെൽ തന്നെ പറയാം. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും ക്യാരക്ടർ ലൈനൊക്കെ കറക്റ്റ് തന്നെയാണ്. ഒരു മേജറായിട്ടുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ രണ്ട് വണ്ടിയും മാനുവൽ G4. അപ്പോൾ അടുത്തതാണ് ഓട്ടോമാറ്റിക്. 2016 മോഡലാണ്. ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ 2.8Z ഓട്ടോമാറ്റിക്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. ഇപ്പൊ 2ാമത്തെ ഓണർഷിപ്പ് ആണ്. ഇതിന്റെ മെയിൻ ഗ്ലാസ് മാത്രം ഇവിടുന്ന് റീപ്ലേസ് ചെയ്താണ്. മെയിൻ ഗ്ലാസ് മാത്രമേ ഉള്ളൂ റീപ്ലേസ്. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. പമ്പറോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഒക്കെ അതേമാതിരി തന്നെയാണ്. ഒരു മുന്തിരി കളറാണ്. ഇതിന് പല കളറും പറയലുണ്ട്. നിങ്ങൾ ഏതൊക്കെ പറയുന്നത് കമന്റ് ചെയ്യട്ടോ. നമ്മളിവിടെ മുന്തിരി കളർ പറയലുണ്ട്, വൈൻ റെഡ് പറയലുണ്ട്. അതിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവും. ലെതർ സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ടൺ സ്റ്റാർട്ട് ആണ് വരുന്നത്. റൂഫിലേക്ക് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലൂടെയാണ് റൂഫ് കാണാനുള്ളത്. ഇതിന്റെ റൂഫും മാനുവലിന്റെ റൂഫും രണ്ടും രണ്ടായിട്ടാണ് ഇത് കേട്ടോ. ഇതിനൊരു കർവ് ഒരു വേറൊരു ഷേപ്പ് വരുന്നുണ്ട്. റൂഫിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മാനുവലിന്റെ ആണെങ്കിൽ ഒരു ഒറ്റ ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫാണ് വരുന്നത്. അതിന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2.8Z ഓട്ടോമാറ്റിക്. ഒരു ഫാൻസി നമ്പറാണ് അവിടെ ഉണ്ടായിരുന്നത്. 18 നമ്പർ വരുന്നത്. HR രജിസ്ട്രേഷൻ ആണ്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാരക്ടർ ലൈനൊക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ. മേജറായിട്ടുള്ള ആക്സിഡന്റോ റീപ്ലേസ് ഗ്ലാസ് ഉണ്ട്. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ അലോവിയിൽ നോക്കുകയാണെങ്കിൽ നല്ല ലുക്കിൽ അലോവിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ റണ്ണിങ്ങിലൊക്കെ കാണാൻ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോഗ് ലാമ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. അടുത്തത് G4 ഓട്ടോമാറ്റിക് 2.8 G4 ഓട്ടോമാറ്റിക്. ഇത് ഓൾറെഡി ഇപ്പൊ നമ്പർ ആയിട്ടോ. KL 65 ഇപ്പോൾ നമ്പറായി. അവിടെ സിംഗിൾ ഓണർ ആയിരുന്നു. ഇവിടെയും സിംഗിൾ ഓണർ ആണ്. ഇപ്പോൾ ടോട്ടലി ഇപ്പോൾ 2ാമത്തെ ഓണറായി. ഫേസ് ലിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. 2,26,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 2018 മോഡലാട്ടോ. ഒരു ഗ്രേ കളറിലാണ് വണ്ടി ഉള്ളത്. അതിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയിൽ തന്നെയാണ് ഇന്റീരിയർ ഭാഗമൊക്കെ ഉള്ളത്. ഓട്ടോമാറ്റിക് ആണ് കേട്ടോ വരുന്നത്. 2,26,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. മേജറായിട്ടുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല കേട്ടോ. ഇതിന്റെ ക്യാരക്ടർ ലൈനൊക്കെ ഉണ്ട്. കറക്റ്റ് ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും 2.8G എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതായത് മാനുവൽ ആണെങ്കിൽ 2.4 വരുന്നത് ഇന്നോവ ക്രിസ്റ്റയിൽ. ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിൽ 2.8 ഓട്ടോമാറ്റിക് വരുന്നത്. പിന്നെ V ഓപ്ഷൻ ഉണ്ട് ഇതിന്റെ രണ്ടിൽ നടക്ക് വരുന്നത്. അതിൽ ഓട്ടോമാറ്റിക് വരുന്നില്ല, മാനുവലേ വരുന്നുള്ളൂ. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അലവിയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 50 അബവ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗ്ലാസോ പമ്പറോ അങ്ങനൊന്നും റീപ്ലേസ് ഇല്ല. നമ്മൾ മേജർ ആയിട്ടുള്ള റീപ്ലേസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ബോണറ്റ്, ഡോറുകൾ, ഗ്ലാസുകൾ അങ്ങനെ റീപ്ലേസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ അപ്രോണും കാര്യങ്ങളും ഇടിച്ചും ആകുന്ന
അങ്ങനത്തെ വണ്ടി നമ്മൾ വിൽക്കലും ഇല്ല വാങ്ങലും ഇല്ല കേട്ടോ. ഇനി അതാ ചെറിയ റീപ്ലേസ് ചെയ്താലും ഇതാ ഇപ്പൊ ഇതിന്റെ ഗ്ലാസ് മാറ്റി, ഈ ഗ്ലാസ് വന്നപ്പോൾ ഇതിന്റെ ഒരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ മാറ്റി എന്നുള്ളൂ. അങ്ങനെ ചെറിയ ചെറിയ റീപ്ലേസ് ഉണ്ടെങ്കിൽ എന്നേ ഉള്ളൂ. അതുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അല്ല മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ടോട്ടൽ ലോസോ ഫ്ലഡ് എഫക്റ്റോ ഒന്നും ഇല്ല. അതൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുക. അടുത്തത് കൊല കൊമ്പൻ, ഇത് സണ്ടറിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. ആ കൊമ്പൻ ആയതുകൊണ്ട് തന്നെ സണ്ടറിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. എന്ന് നോക്കുകയാണെങ്കിൽ 2017 മോഡൽ 4x4 ഓട്ടോമാറ്റിക് ഈ ഫോർച്യൂണർ. ഒരു അത്യാവശ്യം നല്ല ലുക്കിൽ തന്നെയാണ് വണ്ടി കിടക്കുന്നത്. വണ്ടിയൊക്കെ മുറ്റത്തിൽ നിൽക്കുമ്പോൾ തന്നെ കാണാൻ ഒരു തുടിപ്പാണ് വണ്ടി കാണുമ്പോൾ തന്നെ. നല്ല ലുക്കും കാര്യങ്ങളും കിട്ടും. വൈറ്റ് കളറിലാണ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അതായത് ഈ വണ്ടി മോഡൽ ഇറങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക് ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ പുതിയ മോഡൽ മാനുവൽ വരുന്നുണ്ട്. സീറ്റ് കവറൊക്കെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ലെതർ കോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടേജ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നോക്കുകയാണെങ്കിൽ ഇന്റീരിയർ ഭാഗമൊക്കെ നല്ല പ്രീമിയം ലുക്കിലുണ്ട്. ഇന്റീരിയർ ഭാഗം അത് ഓട്ടോമാറ്റിക് ആണ്. ഒരു എക്കോ മോഡും പവർ മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ. ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇത് സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. ഇത് അതിന്റെ ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 60-70% മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി ലുക്കില്ല അലവിയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് ബാക്ക് സൈഡ്. നല്ല ലുക്കും ഷേപ്പൊക്കെ ഉണ്ട് കേട്ടോ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ കാണാൻ. ഇതാ ബാക്ക് വൈഫർ വരുന്നുണ്ട്. ഇതാ സിഗ്മ എന്നൊരു ബാഡ്ജിങ്, E4 സിഗ്മ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് സെൻസറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും ഇതാ ക്യാരക്ടർ ലൈനൊക്കെ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ആക്കി ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഈ അടിയിലൊരു ക്യാരക്ടർ ലൈൻ വരുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടൊരു ക്യാരക്ടർ ലൈൻ വരുന്നുണ്ട്. അടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സിൽവർ കോട്ടിങ് നോക്കുകയാണെങ്കിൽ ഈ സിൽവർ കോട്ടിങ് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ആ സൈഡിലെ മിററിന്റെ അവിടെയാണ് എൻഡ് ചെയ്യണത്. ഒരു പ്രത്യേക ലുക്കാണ്. ഇപ്പൊ ഈ ഫോർച്യൂണറിന്റെ ഈ സൈഡ് ഭാഗം നോക്കാൻ തന്നെ ഈ ഫോർച്യൂണറിന്റെ ലോഗോ നോക്കുക തന്നെ ഈ സൈഡ് ഭാഗമാണ് അവർ കാണിക്കുന്നത്. ടൊയോട്ട കാണിക്കുന്നത് ഈ സൈഡ് ഭാഗത്താണ്. ആ കീമിലൊക്കെ കാണാം അതിന്റെ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത്യാവശ്യം ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് കേട്ടോ. 1,41,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഗ്ലാസ് നമ്മൾ ഇവിടുന്ന് മാറ്റുന്നത് നമ്മൾ ഇവിടുന്ന് റീപ്ലേസ് ചെയ്താണ്. കമ്പനി റീപ്ലേസ് കാണിക്കൂല. ഇവിടുന്ന് നമ്മൾ വന്നപ്പോൾ റീപ്ലേസ് ചെയ്താണ്. അതായത് അവിടെ നിന്ന് വരുന്ന ഒട്ടുമിക്ക വണ്ടികളിലും ഗ്ലാസ് സ്ക്രാച്ചോ വിള്ളലോ എന്തെങ്കിലും കാണലുണ്ട്. അപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ഇവിടുന്ന് റീപ്ലേസ് ചെയ്താണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. ഫ്രണ്ടേജ് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ സിൽവർ കോട്ടിങ് നോക്കുകയാണെങ്കിൽ ഒരു 2 കൊമ്പ് നിൽക്കുന്ന പോലെയൊക്കെ സിൽവർ ഉണ്ട്, ഫീൽ ചെയ്യണില്ലേ. വലിയൊരു ബാഡ്ജിങ് ലോഗോ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലുക്കാണ്. വണ്ടി ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലാത്തിനും പറ്റും. ഓഫ് റോഡ് ആണെങ്കിലും എല്ലാത്തിനും പറ്റുന്ന ഒരു ഐറ്റാണ് കേട്ടോ. അപ്പൊ വില ഒന്ന് കേട്ടോളി. ഇത് നമുക്ക് 12,27,000 രൂപ NOC നമുക്ക് കൊടുക്കാം. ഇത് നമുക്ക് 12,50,000 രൂപ NOC. ഇത് നമുക്ക് കൊലകൊമ്പനെ നമ്മളെ പ്രൈസ് ഇട്ടിരിക്കുന്നത് 23,15,000 രൂപ. അടുത്തത് 2.8Z ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് NOC 14,15,000 രൂപ. ഇത് നമ്പറായ വണ്ടി, ഇത് G4 ഓട്ടോമാറ്റിക് നമ്പറായ വണ്ടി. ഇത് നമുക്ക് 16,10,000 രൂപ. വിലയിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ നമുക്ക് മാറ്റം വരുത്തി കൊടുക്കാൻ വേണ്ടിട്ടോ. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കൊടുക്കുക. NOC നമുക്ക് ഏത് RT ഓഫീസിലും നമുക്ക് എടുത്തു കൊടുക്കാം. നമ്മൾ ടോട്ടൽ ലോസോ ഫ്ലഡ് എഫക്റ്റോ ഒന്നുമില്ല. അത് നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. ടോട്ടൽ ലോസോ ഫ്ലഡ് എഫക്റ്റോ ഒന്നുമില്ല. 2-3 വണ്ടിക്ക് ഗ്ലാസ് മാറിയിടുന്നില്ല. അത് മേജറായിട്ടുള്ള സ്ക്രാച്ചോ മേജറായിട്ടുള്ള റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ മേജറായിട്ടുള്ള റീപ്ലേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്ലാസുകൾ, ഡോറുകൾ, അത് ബോണറ്റ് ഡിക്ക് അത് മാറ്റിയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതാ ഈ വണ്ടി നോക്കുകയാണെങ്കിൽ ഈ ക്രിസ്റ്റീം ആ ക്രിസ്റ്റീം രണ്ട് മോഡലൊക്കെ സെയിം ആണ്. ഓപ്ഷൻസും എല്ലാം സെയിം ആണ്. ഇതിന് ഫ്രണ്ടേജ് മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ഇത് ടൈപ്പ് 3 കൺവേർട്ട് ചെയ്താണ്. അത് വണ്ടി ഇറങ്ങിയ ഉടനെയുള്ള ആ ഒരു ഫേസിൽ തന്നെയാണ് ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 2 ക്രിസ്റ്റ അതേ സെയിം കേട്ടോ. ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതിന് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇതിന് ഗ്ലാസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് മാറ്റിയതാണ് ഗ്ലാസ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡ് എഫക്റ്റോ ഇല്ലാന്ന് നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കട്ടോ. അപ്പോൾ കോൺടാക്റ്റുകൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വെള്ളുവങ്ങാട് എന്ന സ്ഥലത്താണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ വണ്ടി എടുക്കുന്ന ചങ്കുകൾക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.